രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മഹാരാഷ്ട്രയ്ക്ക് നേർ വിപരീതമായൊരു ഫലമാണ് ഇന്ത്യയുടെ കിഴക്കേ ഭാഗത്തുള്ള ജാർഖണ്ഡ് എന്ന് പറയുന്ന സംസ്ഥാനത്തുണ്ടായി. അവിടെ യഥാർത്ഥത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDA മുന്നണിക്ക് മേൽക്കൈ കിട്ടിയ ഒരു സ്ഥലമാണ്. മാത്രമല്ല അവിടുത്തെ മുഖ്യമന്ത്രിയെ കുറെ കാലം ജയിലിലിട്ടു, സൊറണിനെ ജയിലിലിട്ടു. അതിൽ പകരം വന്ന മുഖ്യമന്ത്രിയായി വന്ന മകൻ അച്ഛൻ തന്നെ അധികാരമേറ്റപ്പോൾ തിരിച്ച് BJPയിലേക്ക് പോയി. അങ്ങനെ വലിയൊരു ഡിസഡ്വാൻറ്റേജിലാണ് അവിടെ ഇന്ത്യ മുന്നണി, ജാർഖണ്ഡ് മുക്തി മോർച്ചയും കോൺഗ്രസും CPI-ML-ഉം. അവിടെ CPI-യും CPI-M-ഉം മുന്നണിയിലില്ല. അവർ സീറ്റ് പോരാന്ന് പറഞ്ഞിട്ട് പോയി. അവർ തമ്മിൽ തന്നെ ഒരു ഐക്യം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അവർ തന്നെ ഒരു സീറ്റിൽ പരസ്പരം മത്സരിക്കുകയും ചെയ്തു. അത് വളരെ വിചിത്രമായ കാര്യമാണ്. ഈ കാരണം കൊണ്ടൊക്കെ ജാർഖണ്ഡ് മുക്തി മോർച്ചയുടെ സഖ്യം, കോൺഗ്രസ് സഖ്യത്തിന് വിജയിക്കാൻ കഴിയുമോ എന്ന സംശയം പലർക്കും ഉണ്ടായിരുന്നു. എക്സിറ്റ് പോളുകൾ മിക്കതും ഒപ്പത്തിനൊപ്പം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇപ്പോൾ ഫലം കാണുന്നത് നേരെ വിപരീതമാണ്. 81 സീറ്റിൽ 54 55 സീറ്റിൽ ഇപ്പോൾ ജാർഖണ്ഡ് മുക്തി മോർച്ച നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണി വിജയിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അതിൽ കോൺഗ്രസ് ഉണ്ട്, CPI-ML ലിബറേഷൻ എന്ന് പറയുന്ന കക്ഷിയുണ്ട്. ഏതായാലും അവർക്ക് ഭരണം തിരിച്ചു പിടിച്ചിരിക്കുന്നു. എന്തുകൊണ്ട് മഹാരാഷ്ട്രയിൽ കിട്ടാത്തൊരു അഡ്വാൻറ്റേജ് ജാർഖണ്ഡിൽ കിട്ടി എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. മഹാരാഷ്ട്ര ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുന്നണി ജയിച്ചതാണ്, ജാർഖണ്ഡിൽ തോറ്റതാണ്. പക്ഷേ ജാർഖണ്ഡിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ സൊറന്റെ പാർട്ടി JMM വലിയ വിജയം നേടി. ഇതിന് കാരണം വളരെ വ്യക്തമാണ്. ഹേമന്ത് സൊറൻ എന്ന് പറയുന്ന അവിടുത്തെ മുഖ്യമന്ത്രിയെ ജയിലിലിട്ട് അതിഭീകരമായി പീഡിപ്പിച്ചു. അദ്ദേഹത്തിന് പുറത്തു വരാൻ കഴിയാതെ വന്നു. തെരഞ്ഞെടുപ്പിൽ പോലും പ്രചരണം നടത്താൻ അവസാനം സുപ്രീം കോടതി വരെ പോയി ചെറിയൊരു അനുമതി വാങ്ങിയൊക്കെ തിരിച്ചു വന്നതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ജാർഖണ്ഡ് ഒരു ഗോത്രവർഗ പ്രദേശമാണ് എന്നതാണ്. ഗോത്രവർഗ പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത, അവരുടെ ഗോത്ര തലവൻ ഏതെങ്കിലും തരത്തിൽ ആപത്തിൽപ്പെട്ടാൽ ഗോത്രത്തിലുള്ള ആളുകളെല്ലാം കൂടി ഗോത്ര തലവനൊപ്പം നിൽക്കും. യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് ഈ ഗോത്ര സ്വഭാവമാണ്. BJP കേന്ദ്ര സർക്കാർ ഹേമന്ത് സൊറനെ ജയിലിലിട്ട് പീഡിപ്പിച്ചത് അവിടുത്തെ ജനങ്ങൾക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിന് കൃത്യമായി രക്തസാക്ഷി പരിവേഷം കിട്ടി. ആ രക്തസാക്ഷി പരിവേഷം സമർത്ഥമായി അദ്ദേഹം ഉപയോഗിച്ചു. അതുപയോഗിച്ചു. കോൺഗ്രസ് അതിനോടൊപ്പം നിന്നു, CPI-ML കൂടെ നിന്നു. ഒരു നല്ല ഐക്യം അവിടെ ഉണ്ടാക്കാൻ കഴിയുകയും അതിൻ്റെ ഫലമായി അവിടെ വിജയിക്കുകയും ചെയ്തു. ഈ ഗോത്രവർഗ സ്വഭാവത്തെ മനസ്സിലാക്കുന്നതിൽ BJP സർക്കാർ പരാജയപ്പെട്ടു. ഗോത്രവർഗ തലവന്റെ മകനെ എതിർവശത്ത് നിർത്തി പിടിക്കാം എന്ന ധാരണ അവിടെ പരാജയപ്പെടുകയാണുണ്ടായി. അതുകൊണ്ടാണ് കാലുമാറി വന്നവനെ മേലെ കയറ്റിയിരുത്തി ജയിക്കാം എന്ന പ്രതീക്ഷ അസ്ഥാനത്തായി പോയത്. ജാർഖണ്ഡ് ഇന്ത്യ മുന്നണിക്ക് നൽകുന്ന പാഠങ്ങൾ, അവർ ജയിക്കുമ്പോൾ പോലും ചില പാഠങ്ങൾ നൽകുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. NDA മുന്നണിക്ക് നൽകുന്നുണ്ട്. തോറ്റവർക്കാണ് കൂടുതൽ പാഠങ്ങൾ ഉണ്ടാവുകയെങ്കിലും ഇന്ത്യ മുന്നണിക്ക് അതത് സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ നേതൃത്വം ജനകീയമായി നിന്നാൽ, ജനങ്ങൾക്ക് പ്രിയമായി നിന്നാൽ അവിടെ വിജയിക്കാൻ കഴിയും. അല്ലെങ്കിൽ പരാജയമാണ്. മഹാരാഷ്ട്രയിൽ നിന്ന് ജാർഖണ്ഡിലേക്കുള്ള ദൂരം കാണിക്കുന്നത് രണ്ട് സ്ഥലത്തും ഭരണവിരുദ്ധ വികാരം ഇല്ലാതെ മുമ്പോട്ട് പോകാൻ കഴിഞ്ഞു എന്നതാണ്. ജാർഖണ്ഡിലെ വിജയം നാളെ ബീഹാറുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിലും അതിൻ്റെ പ്രത്യാഘാതം ഉണ്ടാവാം. ആ അർത്ഥത്തിൽ ഇന്ത്യ മുന്നണിക്ക് വലിയ നേട്ടമായി ജാർഖണ്ഡിലെ ഹേമന്ത് സൊറന്റെ വിജയത്തെ നമ്മൾ കാണണം. അത് അവർക്ക് മുന്നോട്ട് പോകുന്നതിന്, മഹാരാഷ്ട്രയിൽ നഷ്ടപ്പെട്ട ഊർജ്ജം കുറച്ചെങ്കിലും തിരിച്ചു പിടിക്കുന്നതിന് കഴിയും എന്നാണ് ഞാൻ കരുതുന്നത്.